ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പോകുന്നത് യു എയിലെ 6ാമത്തെ ലാർജസ്റ്റ് സിറ്റിയായ നമ്മുടെ സ്വന്തം റാസൽ കെയ്മയിലെ ഒരു ഗുഹ അന്വേഷിച്ചിട്ടാട്ടോ. ഈ മലനിരകൾക്കിടയിൽ ഇടയിൽ ഒരു ഗുഹ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമ്മൾ കേട്ടു. ഈ അടുത്താണ് അറിയാനിടയായത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിടാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ജബൽ ജെയ്സ് ഫസ്റ്റ് പോയി, അതിനുശേഷം നമ്മൾ പോവാട്ടോ. അപ്പം എന്തായാലും ഈ കേവ് ഓടി കണ്ടിട്ട് വരാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. നമ്മളൊരു ഏർലി മോർണിംഗ് 6 o'clock ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അത്ര വലിയ ചൂടൊന്നും ഉണ്ടായില്ല. ഇത് അറിയാമല്ലോ, സമ്മർ സീസൺ ആണെങ്കിലും അത്ര ഹ്യൂമിഡിറ്റി ചൂടൊന്നും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന പാറയുണ്ടോ, ഓരോരുത്തരും ഓരോരോ ഷേപ്പ് നമുക്ക് തോന്നും കേട്ടോ. ചിലതൊക്കെ ഒരു മനുഷ്യൻ്റെ തല പോലെ തോന്നും, സ്കെൽട്ടൻ പോലെ തോന്നും. അങ്ങനെ പല രൂപത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി നമ്മൾക്ക് ഓരോ റോക്സും പല രൂപത്തിലും പല ഭാവത്തിലും നമുക്ക് കാണാം കേട്ടോ. നമ്മൾക്ക് അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അധികം ടൈം അവിടെ നിന്നില്ല. നേരെ നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡെസ്റ്റിനേഷൻ അന്വേഷിച്ചിട്ട് പോവാട്ടോ. നമ്മൾക്ക് 2 വട്ടം നമുക്ക് സ്ഥലം വഴി തെറ്റി നമ്മൾ ഒന്ന് കറങ്ങി പ്രൊഹിബിറ്റഡ് ഏരിയയിലോട്ടൊക്കെ നമ്മളൊന്ന് പോയി. അവസാനം നമ്മൾ അവിടെ ഒരു എമിറാത്തീനെ കണ്ടു, വഴി ചോദിച്ചു. 3ാമത്തെ വട്ടം നമുക്ക് വഴി കറക്റ്റായിട്ട് നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിട്ടോ. നിങ്ങൾ വരികയാണെങ്കിൽ കറക്റ്റ് സ്പോട്ട് ഗൂഗിളിലായിട്ട് നോക്കിയിട്ട് വരാം കേട്ടോ. ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പാറകളും ഉരുളൻ കല്ലുകളും ഫുള്ള് മലനിരകളും കൊണ്ട് നിറഞ്ഞതാട്ടോ. എവിടെയും നമുക്കൊരു മനുഷ്യനെയോ ഒന്നും കാണാൻ പറ്റത്തില്ല. ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വിസിറ്റേഴ്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങൾ പോയതാവട്ടെ ഒരു ഏർലി മോർണിംഗ് 6 o'clock നമ്മളിവിടെ എത്തിയത്. ഞങ്ങൾ ഓൾറെഡി ജബൽ ജെയ്സ് പോയിട്ട് ആ വഴി വരുന്ന വഴി നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ പോകുന്ന വഴിക്ക് ചെറിയ വീടൊക്കെ കാണാം കേട്ടോ. ചെറിയൊരു പച്ചപ്പും കാണാം, അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഫുള്ളും മലകൾ മാത്രമേ ഉള്ളൂ. അതേപോലെ കണ്ടോ, കല്ലുകൾ ഇങ്ങനെ അട്ടിയാക്കി വെച്ചിരിക്കുന്ന കാണാൻ എന്ത് രസമാണ്. അത് ഉരുളൻ കല്ലുകളാട്ടോ, ഫുൾ ഉരുളൻ കല്ലുകളാണ്. ഇതെങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് കടൽ ഇറങ്ങിപ്പോയതാണെന്നാണ് എന്നോട് പറഞ്ഞത്. നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അത് സത്യമാണ്. മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ കടൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയതെന്നാണ് പറയപ്പെടുന്നത്. കാരണം അത് സത്യമാട്ടോ. ഞാനിത് ഇറങ്ങി നോക്കിയപ്പോൾ, കാറിൽ നിന്ന് നോക്കിയപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. പക്ഷേ ഇറങ്ങി ഈ പാറയിൽ നമ്മൾ പോയി നോക്കുമ്പോൾ അതിൽ പുറ്റുകൾ പിടിച്ചിട്ടുള്ള ഒരു മാർക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ കടലിങ്ങനെ ഒഴുകിയിട്ടുള്ള ആ വേവിൻ്റെ ഇതിലൊക്കെയാണ് ആ ഒരു പാറ അവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വിശ്വസിക്കാതിരിക്കാൻ വയ്യ, സംഭവം സത്യമാണ്. എന്തായാലും അടിപൊളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. നിങ്ങൾ റാസൽ കെയ്മയിലുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു വ്യൂ പോയിന്റ് ഒന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. വ്യൂവിനും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു കിടിലൻ പ്ലേസാണ്. ഞങ്ങൾ പോയത് ഞാൻ പറഞ്ഞില്ല 6 മണിക്കാണ് ഏർലി മോർണിംഗ്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് അത് അടിപൊളി വ്യൂ ആയിരുന്നു, ഒരു രക്ഷയില്ല. ആ സൂര്യൻ്റെ പ്രകാശങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടല്ലോ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്താണെങ്കിലും അത്ര ചൂടൊന്നും ഫീൽ ചെയ്തില്ല. കയറിയപ്പോൾ നമ്മൾ കുറച്ച് ടയേർഡായി, കാരണം നമ്മൾ പകുതിക്ക് വെച്ച് നമ്മുടെ വണ്ടി അവിടെ സൈഡാക്കി. ഇനി വണ്ടി പോകൂല വിചാരിച്ചിട്ട് ഞങ്ങൾ കാറ് സൈഡാക്കിയിട്ട് ഞങ്ങൾ നടന്നാട്ടോ പോയത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടയേർഡായി. ഒരു പ്ലാനും ഇല്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ അതിനുള്ള പ്രിപ്പറേഷനൊന്നും എടുത്തില്ല കേട്ടോ. ചെരുപ്പൊക്കെ ഒരു നോർമൽ ചെരുപ്പ് കിട്ടാൻ ഞാൻ ഇറങ്ങി, അതൊക്കെ ഫുള്ള് പൊടിയായി, ഫുള്ള് പോയി. എന്തായാലും ഈ ഒരു വ്യൂ കണ്ടപ്പോൾ എന്താ പറയുക, ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നിട്ട് അവിടെ പോയി പാറയൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ടോ, ഇത് കറക്റ്റ് ഒറിജിനൽ ആണോ എന്താ സംഭവം എന്ന് അറിയത്തില്ല. അത്രയും ഒരു എന്താ പാറ കിട്ടല്ല, ഒരു എന്താ പറയുക,
പുണ്യ പുരാതനമായ ഭൂമിയിൽ കൂടിയാണ് നടക്കുന്നത് ഇപ്പോൾ. ആണോ ചരിത്രം? ഒരു തല വെച്ച പോലെ ഇല്ല അവിടെ എന്തോ സാധനം. പെട്ടെന്ന് നടന്നാ വെയിൽ ഉറക്കുന്നതിന് മുമ്പേ തിരിച്ചു വരും. അങ്ങോട്ട് കയറും. പറഞ്ഞാൽ വിശ്വസനീയമാകില്ല, എന്നാലും നമ്മളിതൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. കറക്റ്റ് അത് കടലിൻ്റെ അടിത്തട്ട് എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെയാട്ടോ. വിശ്വസിക്കാൻ നല്ല പ്രയാസമാണ്, എന്നാലും നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ഞാനത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് എനിക്കത് മനസ്സിലായി. അടിപൊളി എന്ന് പറഞ്ഞാൽ കിഡില്ലനാണ് ഗൈസ്, കിഡില്ലൻ, രക്ഷയില്ല. ഈ ഒരു ടൈമൊക്കെ ഇപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ ചൂടൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടോ. കാരണം നമ്മൾ കാറ് കുറച്ച് അവിടെ സൈഡാക്കിയിട്ട് നടന്നിട്ടാട്ടോ കയറിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടൊക്കെ ഫീൽ ആവുന്നുണ്ടായിരുന്നു. എക്കോ ഒക്കെ അടിക്കുന്നുണ്ടായിട്ടോ. നമ്മൾ കൂവുമ്പോൾ ഓപ്പോസിറ്റ് എക്കോയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിട്ടോ. ഞാൻ എത്ര സൗണ്ടിലാക്കിയിട്ട് ചെറിയൊരു സൗണ്ട് മാത്രമേ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ കിതയ്ക്കുന്ന സൗണ്ട് കേട്ടില്ലേ, അതെന്റെ തന്നെ ആട്ടോ ഗൈസ്. ഞാൻ ഏകദേശം തളർന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ജബൽജയ്സ് പോയി, അതിനുശേഷം നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ടയേർഡായിട്ടോ. ആ പോയ പിക്കപ്പിലാട്ടോ ആടിനുള്ള ഫുഡൊക്കെ ആയിട്ട് പോവാണ്. പാറക്കെട്ടുകൾക്കിടയിൽ ആടുകൾ, ജീവനുള്ള ആടുകൾ, മഞ്ഞക്കഴുത, വെള്ളക്കരടി, ഇവിടെ എന്തോ ഉണ്ട്. അതുകൊണ്ട് ആടിന് ഫുഡായിട്ട് വന്നാ. ആട് ഓടി വരുന്നുണ്ട്. ഈ പടുകൂറ്റൻ മലയുടെ ഇടയ്ക്കും ആടിൻ്റെ ഫാമൊക്കെ ഉണ്ട് കേട്ടോ. ആ ഫാം നടത്തുന്ന ആളാട്ടോ ഫുഡ് കൊടുക്കുന്നത്. അയാളോടാട്ടോ നമ്മൾ വഴിയൊക്കെ ചോദിച്ചാൽ പുള്ളിക്കാരൻ നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. ഈ ഫാമിൻ്റെ ഓണറാണ് കേട്ടോ. പല ടൈപ്പിലുള്ള ആടുകൾ നമുക്ക് കാണാം കേട്ടോ. അതിൻ്റെ കൊമ്പൊക്കെ കാണാം, പലതും പല ടൈപ്പിലും വ്യത്യസ്തമായ ആടുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ആ കയറി പോകുന്നുണ്ടോ. പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടുത്തെ ആടുകളും ക്ലാമ്പിങ് ചെയ്യും കേട്ടോ. ഉണ്ടോ, ആടുകൾ ക്ലാമ്പ് ചെയ്ത് പോകുന്നുണ്ടോ. നല്ല രസാട്ടോ. അങ്ങ് അറ്റം വരെ ആടുകൾ കയറി പോകുന്നു. അല്ലെങ്കിലും ഈ പാറക്കെട്ടുകൾക്കിടയിൽ എന്ത് എൻ്റർടൈൻമെൻ്റ് അല്ലേ. ഒരു പച്ച പുല്ല് പോലും ഇല്ല അതിന് പറിച്ച് തിന്നാനായിട്ട്. അപ്പോൾ പിന്നെ അത് അതിൻ്റെതായ എൻ്റർടൈൻമെൻറ്റ്. കാണുന്നുണ്ടോ കേട്ടോ ആടിൻ്റെ ഫാം. അതിൻ്റെ ഉള്ളിൽ ജോലിക്കാരുണ്ട്, ആടിൻ്റെ ഓണറുണ്ട്. അങ്ങനെ നമ്മൾ ആടിൻ്റെ പാലൊക്കെ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ ഇല്ല, കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ സീസൺ അല്ല, ചൂടാന്നൊക്കെ പറഞ്ഞിട്ടോ പുള്ളിക്കാരൻ. അങ്ങനെ അവസാനം സ്ഥലത്തെത്തി ഗൈസ്. ഇതാട്ടോ ആ ഗുഹ. അതിലേക്കുള്ളൊരു എൻട്രിയാണ് ഈ കാണുന്നത്. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്നാട്ടോ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. കാരണം അത്രയും ടയേർഡായി. കാരണം ഈ ഉരുളം കല്ലൊക്കെ ചവിട്ടി ഒരു ഷൂ പോലും ഇടാതെ ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ള് ടയേർഡായിട്ടോ. എന്തായാലും വന്നതല്ലേ, എന്തായാലും ഗുഹയിൽ കയറിയിട്ട് തന്നെ കാര്യമുള്ളൂ വിചാരിച്ചിട്ട് ഞാൻ ഈ നടക്കുന്നത്. അങ്ങനെ അവസാനം നമ്മൾ ഗുഹയിലേക്ക് എത്തി ഗൈസ്, എത്തി.
ഇവിടെ ഒരു കുഞ്ഞു ഷെഡൊക്കെ കാണാം കേട്ടോ. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇരുന്ന് നല്ല ഫോട്ടോസും നല്ല അടിപൊളി വ്യൂ ഒക്കെ എടുക്കാം. ഈ കാണുന്നത് കേട്ടോ ടോയ്ലറ്റ് അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പോൾ ഡസ്റ്റൊക്കെ പിടിച്ച് കിടക്കുകയാണ്, കാരണം ഇപ്പോൾ ആരും വിസിറ്റേഴ്സൊക്കെ ഒന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ സമ്മർ സീസൺ അല്ലേ. പക്ഷേ വിൻ്റർ സീസൺ ആകുമ്പോൾ ഇവിടെ അത്യാവശ്യം വിസിറ്റേഴ്സും ടൂറിസ്റ്റൊക്കെ വരുന്നൊരു ഏരിയ തന്നെയാണ് കേട്ടോ. ഈ കാണുന്ന സ്റ്റെപ്പ് ഫുള്ള് കയറണം. പകുതി കയറിയപ്പോൾ ഞാൻ ടയേർഡായിട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് നേരം എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായില്ല കയറാൻ വേണ്ടിയിട്ട്. ഫുള്ള് ടയേർഡായി. ഓൾറെഡി നമ്മൾ കുറച്ചധികം നടന്നിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ടയേർഡായി വേർത്ത് കയറാൻ പറ്റും. ഞാൻ ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല ഗൈസ്. പട്ടി കിതക്കുന്ന പോലെ കിതക്കുമായിരുന്നു കേട്ടോ ഞാൻ. കാരണം അത്രയും ടയേർഡായി. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 60-50ഓളം സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. മേ ബി എനിക്കറിയില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഗുഹയ്ക്കകത്ത് എത്തിയിട്ടോ. ഇതാണ് ഗുഹയ്ക്കകത്തുനിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളും. ഇത് നാച്ചുറലായിട്ടുണ്ടായ ഒരു ഗുഹയാട്ടോ. ആരും ക്രിയേറ്റ് ചെയ്തൊന്നുമല്ല, നാച്ചുറലായിട്ടുണ്ടായ ഒരു കേവ് തന്നെയാണ്. ആ സ്റ്റെപ്പ് മാത്രമാണ് അവർ പണിത് റെഡിയാക്കിയത്. ഈ ഒരു കേവ് അവിടെ ഓൾറെഡി ഉണ്ടായതെന്നാണ് പറയുന്നത്. എന്തായാലും അടിപൊളിയാണ്. നമ്മൾ രാവിലെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഏകദേശം വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇരുട്ട് എന്ന സമയത്താണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഫെസിലിറ്റീസൊക്കെ നമുക്കോട് കാണാൻ സാധിക്കും, ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും ഈ ഒരു ടൈമിൽ പോയത് ഞങ്ങൾ ചെയ്ത ശുദ്ധ മണ്ടത്തരമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അടിപൊളി എക്സ്പീരിയൻസ്. വൈബ് നോക്കുമ്പോൾ കിട്ടുമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് എക്സ്പ്ലോർ ചെയ്യുന്നവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയൊരു അടിപൊളി സ്പോട്ട് കൂടിയാണ്. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു കിഡിലോസ്കി സ്പോട്ടാണ് ഗൈസ്. ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. സ്വർഗത്തിലാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥയാട്ടോ. നോക്ക്, 4 ചുറ്റിനും മലകൾ മാത്രം, അതിൻ്റെ ഇടയിൽ ഞാനും. അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി എന്തായാലും ഒരു ദിവസം വിൻ്റർ സീസണിൽ എന്തായാലും ഇവിടെ ഞാൻ പോയിരിക്കും. അടിപൊളിയായിട്ടൊരു വീഡിയോ ഞാൻ എടുക്കുന്നതാണ് ഗൈസ്. ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോവാത്തത് കൊണ്ട് തന്നെ ഫുള്ള് സെറ്റൊന്നും അല്ലായിരുന്നു. പിന്നെ അങ്ങ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ചുമ്മാ ഒരു ആ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാനും ആ ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസും നിങ്ങൾ കൂടി ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാട്ടോ ഈ വീഡിയോ. ഓണാണല്ലോ, ഓണാക്കി ഓണം. ഒറ്റ സ്ട്രെച്ചിലങ്ങ് ഇറങ്ങി കേട്ടോ. കയറാൻ മാത്രമേ കുറച്ചൊരു പാടുള്ളൂ കേട്ടോ. ഇറങ്ങാനൊക്കെ സിമ്പിളായിരുന്നു, കുഴപ്പമൊന്നുമില്ല, അത്ര വലിയ പാടൊന്നുമില്ല. കാറ് ഏകദേശം നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വരെ കാർ വരും കേട്ടോ. നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. സംഭവം കാർ ഈ ഒരു സ്പോട്ട് വരെ വരുന്നതാണ്. ഇറങ്ങാൻ സിമ്പിളായിട്ട് നമ്മൾക്ക് ഇറങ്ങിപ്പോവാം. കയറ്റം കുറച്ചൊന്ന് ടയേർഡായിരുന്നു മാത്രം. അവസാനം ഞാൻ അവിടെ ഇന്ന് കുറേ കൂകലൊക്കെ കൂകിയിട്ടായിട്ട് തിരിച്ചു എക്കോ കേൾക്കാൻ വേണ്ടിയിട്ട്. ഫ്രീക്വൻസി
ഈ ഒരു ടൈമിൽ പോകുന്നവർ മസ്റ്റായിട്ടും കയ്യിൽ വെള്ളമൊക്കെ കരുതിയിട്ട് വേണം കേട്ടോ പോവാൻ. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ സ്നാക്സും ഫുഡൊക്കെ എടുത്തിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ നമ്മൾ ടയേർഡായി പോകും കേട്ടോ. ഞങ്ങൾ ഓൾറെഡി വെള്ളമൊക്കെ ഇട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം അവിടെയൊന്നും നമുക്ക് വെള്ളം, ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. ഈ കാണുന്നതാട്ടോ താഴെ നിന്നുള്ളൊരു വ്യൂ. ആ കാണുന്നതാണ് ഗുഹ. അടിപൊളിയാണ് ഗൈസ്. ഉണ്ടോ? നമുക്ക് വേണ്ടിയുള്ള കാറ്റ. റാസൽ കേമിലെ പേര് കേട്ട റോക്ക് ക്ലാമ്പിംഗ് ഡെസ്റ്റിനേഷൻ കൂടിയാട്ടോ ഇത്. ക്ലാമ്പിംഗ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഒന്നും നോക്കണ്ട, ഇങ്ങോട്ടേക്ക് നേരെ വെച്ച് പിടിച്ചോ. കിഡിലൻ സ്പോട്ടാണ് ഗൈസ്. കൺമണി അൻപോട് കാതലെന്നും കടിതമേ, പൊന്മണി പൊന്നിട്ട് സൗഖ്യമാം ഞാനിന്ന് സൗഖ്യമേ, ഉന്നെ എണ്ണി പാർക്കയിൽ കവിത സുട്ടത്, അത് എഴുത നിനക്കയിൽ വാർത്ത മുട്ടത്. ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. ഈ ഒരു കേവും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിൽ ഓടി വന്നൊരു പാട്ടാട്ടോ ഇത്. നമ്മുടെ ഗുണ കേവിലെ സോങ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഈ പാട്ടും പാടിക്കൊണ്ടായിരുന്നു കേട്ടോ അത് ഫുള്ള് കവർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ആടിന് അതിൻ്റെ ഓണർ കൊണ്ടത് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. കുറേ പുല്ലൊക്കെ എവിടുന്നോ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടോ. ഈ ഒരു ഏരിയയിൽ ഒരു പച്ചപ്പ് പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നെ കണ്ടതും അത് ഞങ്ങൾ ഓടിയിട്ടോ പരക്കം വാങ്ങിയിട്ട്. ഞാൻ അതിൻ്റെ പുറകെ പോവാ. നമുക്ക് ഇടയ്ക്ക് ഫുള്ള് വെറൈറ്റി ഓടാ. എല്ലാത്തിൻ്റെ കൊമ്പൊക്കെ പല പല ഷേപ്പിലൊക്കെ നിൽക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം 1 hour അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ തിരിച്ചു പോകാട്ടോ. ഒരു 7:30 ഒക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ചു പോകാട്ടോ. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരായിരുന്നു. ആ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല, പൊളിയായിരുന്നു. മലയിടുക്കുകളിലൂടെ സൂര്യൻ്റെ ആ ഒരു പ്രകാശകിരണങ്ങൾ വരുമ്പോഴുണ്ടല്ലോ പറയാനില്ല, പൊളിയായിരുന്നു. ഇനി ഒരു വട്ടം കൂടി എനിക്ക് പോകാൻ തോന്നി പിന്നെ, പക്ഷെ ചൂട് കാരണം നിങ്ങൾ വേണ്ടാന്ന് എത്തിപ്പെടാന്നുള്ളത് ഒരു മൾട്ടി ടാസ്ക് കൂടിയാണ്. ഈ കല്ലിൻ്റെ ഇടയിൽ കൂടി വണ്ടി ഓടിക്കുക എന്നുള്ളത് ഒരു വെരി ടാസ്ക്കാണ് ഗൈസ്. ഫുള്ള് ഉരുളൻ കല്ലുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഓരോ പാറക്കൂട്ടങ്ങളും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് താഴോട്ട് വീഴുമോ എന്ന്. പക്ഷെ വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇത് ഓരോന്നും ഓരോരോ ബ്ലോക്ക് പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മൾ കെയർ ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ കേട്ടോ. വളരെയധികം കെയർ ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ടായ ഒരു ഫീൽ എന്ന് വെച്ചാൽ ഞാൻ വേറൊരു അന്യഗ്രഹത്തിലെത്തിയൊരു ഫീലായിരുന്നു കേട്ടോ. ചന്ദ്രനിലെത്തുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതുപോലെ ഫുള്ള് പാറക്കൂട്ടങ്ങളും ഒരു തരി പച്ചപ്പ് അവിടെ കാണാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ഏതോ ഒരു ഗ്രഹത്തിലെത്തിയൊരു ഫീലിങ്സ് കൂടിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ആടുകളുടെയൊക്കെ സ്കെൽറ്റനൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ചൂടത്തൊക്കെ ചത്തു പോകുന്നതായിരിക്കും കേട്ടോ പാവങ്ങൾ. ഇതാണ് നമ്മൾ കേവിലേക്ക് എത്തും മുന്നുള്ള ഒരു വ്യൂ കേട്ടോ. ഇതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഈ കാണുന്ന 2 പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ നമ്മൾ ഉള്ളിലോട്ട് പോകേണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാട്ടോ, തിരിച്ചു പോവാണ്. കൂട്ടാണ്ട് പോയി ഗൈസ്. ബൈ.
ഇവിടുന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ കാണാം കേട്ടോ. ഇത് രാത്രി സമയത്താണെങ്കിൽ ഇവിടെ ഫുള്ള് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം കേട്ടോ. കല്ലുകൾ ഇങ്ങനെ ഭംഗിയായി അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന നമുക്ക് കാണാം കേട്ടോ. ആരാണോ ഇത്ര ക്ഷമയോട് ഇതൊക്കെ ചെയ്യുന്നത്? ഒരു പിടുത്തവും ഇല്ല ഗൈസ്. ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്, പക്ഷെ ക്യാമ്പിംഗ് ഒന്നും അലോഡല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ഒരു ടൈമിൽ പറ്റത്തില്ല. എന്തായാലും പിൻകാലത്ത് ഇത് എന്തായാലും ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറുന്നുണ്ടോ. ഇപ്പോൾ ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ കുറേ നടക്കുന്നതേ ഉള്ളൂ. റോഡ് ഫെസിലിറ്റീസ് ഒന്നും ആയിട്ടില്ല. നമ്മൾ ഫുള്ള് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിട്ടോ നമുക്ക് തരുന്നത്. അതേപോലത്തെ ഒരു പ്ലേസ് ആണിത്. മസ്റ്റായിട്ടും നിങ്ങളിത് ഓഫ് റോഡ് പോകാനും ഇതുപോലെ ക്ലാമ്പിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അതിങ്ങനെ ഒരു ഗുഹ കേവ് വൈബൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ റാസൽ ഖൈമയിലുള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്തിരിക്കണം. ഈ ഒരു സീസണിൽ പോകാൻ ഞാൻ എന്തായാലും പറയത്തില്ല. നിങ്ങൾ എന്തായാലും ഒരു വിൻ്റർ സീസണൊക്കെ ആകുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിവിടെ പോയിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഈ കാണുന്നതാണ് റഹബ ഡാം. ഇതിലോട്ടാട്ടോ വെള്ളം അവിടെ നിന്ന് വരുന്നത്. വാദിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഫുള്ള് വരുന്നത് ഈ ഒരു ഡാമിലേക്കാട്ടോ. ഇപ്പോൾ വറ്റി വരണ്ട് കിടക്കാണ്. ഇവിടെ മഴയില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷെ ഇതാണ് കേട്ടോ ഒരു ഡാം. ഈ ഡാമിൻ്റെ പേരാണ് നമ്മൾ റോഡിൽ നിന്ന് വരുമ്പോൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്, റഹബ ഡാം എന്ന്. അപ്പോൾ ആ ലൊക്കേഷനിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിൽ കറക്റ്റായിട്ട് എത്തുന്നതാണ്. രാവിലെ മോർണിംഗ് ആയതുകൊണ്ട് അവിടെ പണിയെടുക്കുന്ന വർക്കേഴ്സിനെ കൊണ്ട് പോവാട്ടോ ആ ഒരു മിനി വാന്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.